മിൻ ഖുറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഫലാ തഅലമു നഫ്സുൻ, ഒരു മനസ്സിനും മനസ്സിലാക്കുക സാധ്യമല്ല. എനിക്കും നിങ്ങൾക്കും മനസ്സിലായിട്ടില്ല, കഴിഞ്ഞ യുഗങ്ങളിൽ ഒരാൾക്കും മനസ്സിലായിട്ടില്ല, ഇനി ജനിക്കാൻ പോകുന്ന ഒരു ബുദ്ധിക്കും മനസ്സിലാകയില്ല. നാളെ സ്വർഗത്തിൽ അല്ലാഹു എന്തൊക്കെയാണ് സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ ഒരുക്കി വെച്ചത് എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞു. മാലാ ഐനുൻ റഅത്ത്, ഒരു കണ്ണും കാണാത്തതാണ് അവിടെ കാണുന്നത്. വലാ ഉദ്നുൻ സമിഅത്ത്, ഒരു കാതും ഒരിക്കൽ പോലും കേൾക്കാത്ത ശബ്ദം കേൾക്കുന്ന ഒരു സ്വർഗം. ഒരു മനസ്സും ഭാവനയിൽ കാണാത്തതു കാണുന്ന സ്വർഗം. ചിരികൾ അടങ്ങുമോ മരണത്തോടുകൂടെ? ഇല്ല സഹോദരങ്ങളെ, ചിരിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ലാഹികത്തും മുസ്തബ്ശിറ, ലാഹികത്തും മുസ്തബ്ശിറ, സന്തോഷിച്ചാഹ്ലാദിച്ചു ചിരിക്കുന്ന ചില മുഖങ്ങളുണ്ടവിടെ. കരയുമവിടെ, പൊട്ടിക്കരയുമവിടെ. വലിയ രോദനങ്ങൾ. സമിഊലക ശഹീകം വഹിയ തഫൂർ തകാദു തമയ്യസു മിനൽ ഗൈൽ കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. ആർത്തട്ടഹസിക്കുന്ന അലയിലുകൾ ഉയരും നരകത്തിൽ നിന്ന്. കരച്ചിലുകൾ മരണത്തോടെ തീരില്ല, ചിരികളും മരണത്തോടെ അടങ്ങില്ല. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ വുജൂഹുൻ യൗമഇദിൻ നാദിറ. ബാക്കി കേട്ടോ, പ്രശോഭിക്കുന്ന ചില മുഖങ്ങളുണ്ടവിടെ, പ്രകാശിക്കുന്ന ചില മുഖങ്ങളുണ്ടവിടെ, പ്രശോഭിക്കുന്ന ചില മുഖങ്ങളുണ്ടവിടെ. ഇലാ റബ്ബികാ നാദിറ, വർഷങ്ങളോളം കാത്തിരുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാവിനെ, റബ്ബിനെ കണ്ടുകൊണ്ട് സന്തോഷ നിർവൃതി അണിയുന്ന കാഴ്ച സുഹൃത്തെ മരണത്തിനപ്പുറത്താണുള്ളത്. ഇപ്പുറത്തെ സ്വപ്നങ്ങളിൽ നിന്നും ഒരല്പസമയം മനസ്സിനെ അപ്പുറത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. ചില മുഖങ്ങളുണ്ടവിടെ, ചുളിഞ്ഞിരിക്കും. അത് സാധാരണ ചുളിച്ചിലല്ല. ഏതോ വലിയൊരു ദുരന്ത ഭൂമിയിൽ വിപത്തു കാത്തു പേടിച്ചു നിൽക്കുന്നവന്റെ മുഖം എത്ര ഭയാനകമാണോ അതുപോലെയുണ്ട് ചില മുഖങ്ങൾ അവിടെ. അനുഭവങ്ങൾ പരലോകത്തുണ്ട്, മരണത്തിനപ്പുറത്തുണ്ടെന്ന് മനസ്സിലാക്കാത്തവരെ ആയത്തിന്റെ ബാക്കി കേട്ടോ. കല്ലാ ഇദാ ബലഗത്തിത്തറാഖിയ, വികാരങ്ങളും വിചാരങ്ങളും അനുഭവങ്ങളും മരണത്തിനപ്പുറത്തില്ലെന്നു ധരിച്ചവരെ, നിങ്ങൾക്ക് മനസ്സിലാകും അത് സത്യമാണെന്നെപ്പോൾ. കല്ലാ ഇദാ ബലഗത്തിത്തറാഖിയ, മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ, മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ മരിക്കുന്നതുവരെ മരുന്നുമായി നീട്ടിയ കൈകൾ, മരിക്കുന്നതുവരെ ദാഹജലം തരാൻ നീണ്ട കൈകൾ പിൻവലിയുകയാണ്. ആശ്വാസത്തിന്റെ വാക്കുകൾ ചെവിയിൽ കേൾക്കാതിരിക്കുകയാണ്. തലോടുന്ന സ്പർശനങ്ങൾക്ക് അനുഭവമില്ലാതാവുകയാണ്. അതാ അഗാധതയിൽ നിന്നും ഒരു ചോദ്യം, ആരും കേൾക്കാത്ത ചോദ്യം. ദുനിയാവകലുമ്പോൾ, പരലോകം അടുത്തു വരുമ്പോൾ ഹൃദയാന്തരാളങ്ങളിൽ നിന്ന് ചോദ്യം. വക്കീലമൻ റാഖ്, ആശ്വസിപ്പിക്കാൻ ആരാണുള്ളത്? ഈ വേദനകൾക്ക് തണലേകുവാൻ, ഈ വേദനകളിൽ ഒന്നൂതുവാൻ ഏതു ചുണ്ടുകൾ കാണാവുക, ആർക്കാണാവുക? സഹോദരങ്ങളെ, ആ തിരിച്ചറിവ് പുതിയ അനുഭവത്തിന്റെ ലോകമാണ്. മരണത്തിരിപ്പുറത്ത് കാണാത്തതു കാണാൻ തുടങ്ങുകയാണ്. പക്ഷേ സമയം അവസാനിച്ചിരിക്കുന്നു. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, രക്ഷിതാവിങ്കലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. കാൽകളില്ലാതെ, വാഹനങ്ങളില്ലാതെ, നിമിത്തങ്ങളില്ലാതെ യാത്രയതാ മലക്കുകളിലൂടെ പുതിയ ലോകത്തേക്ക് നീങ്ങുന്നു. സഹോദരങ്ങളെ, മനസ്സിലാക്കാൻ മറന്നുപോണ്ട. പരലോകത്ത് വന്ന് ജീവിതത്തിന്റെ എല്ലാ പച്ച യാഥാർത്ഥ്യങ്ങളും കണ്ടവർ പരലോകത്ത് വെച്ച് പറയുന്ന വാക്കിതാ കേട്ടോ. വല്ല സംശയവും മനസ്സിലുണ്ടെങ്കിൽ നീക്കിക്കോ. റബ്ബനാ അമത്തനത്നതൈൻ വഅഹ്യൈതനത്നതൈൻ, റബ്ബേ 2 പ്രാവശ്യം നീ ഞങ്ങളെ മരിപ്പിച്ചുവല്ലോ, 2 മരണം ഞങ്ങൾക്കു നീ തന്നുവല്ലോ, 2 ജീവിതം ഞങ്ങൾക്കു നീ തന്നുവല്ലോ. സഹോദരങ്ങളെ, ഏതാണ് 2 മരണം? ഏതാണ് 2 മരണം? ഞാൻ എൻ്റെ ഉമ്മയുടെ വയറ്റിൽ കിടക്കവേ ആത്മാവിനെ ഊതുന്ന നിമിഷങ്ങൾക്ക് മുമ്പ്
ഞാൻ ശവമായിരുന്നു, മയ്യത്തായിരുന്നു, ജഡമായിരുന്നു. മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഏതു നിമിഷമാണോ ആത്മാവിനെ എനിക്കു ലഭിച്ചത്, ആ നിമിഷം വരെ ഞാൻ ജീവനില്ലാത്ത ശവമായിരുന്നു, മയ്യത്തായിരുന്നു. ആത്മാവ് വന്നു ജീവന്റെ തുടിപ്പാരംഭിച്ച നിമിഷം മുതൽ ഒരു പുതിയ ജന്മം തുടങ്ങുകയാണ്. ഒരു മരണവും കഴിഞ്ഞ് ഒരു ജീവിതത്തിലേക്ക് വന്നവരാണ് ഞാനും നിങ്ങളും. സഹോദരങ്ങളെ, ഇനിയുമുണ്ടൊരു മരണം. താടി കെട്ടിക്കിടക്കുന്ന മരണം, പെരുവിരലുകൾ അകലുമ്പോൾ കാലുകൾ ഒന്നിച്ചു നിർത്താൻ തുണിക്കഷ്ണം കൊണ്ട് കൂട്ടിക്കെട്ടിക്കിടത്തുന്ന മരണം. അതിനപ്പുറത്താണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം കിടക്കുന്നത്. അവിടേക്കു നമ്മളെത്തും. ഗർഭപാത്രത്തിന് പുറത്തെത്തിയതുപോലെ ഭൂമിയിൽ നിന്ന് പുതിയ ജീവിതത്തിലേക്ക്, പുതിയ അനുഭവങ്ങളിലേക്ക് നമ്മൾ മാറും. ഉറക്കത്തിലെ പോലെ പുതിയ കാഴ്ചകളെ നമ്മൾ കാണും, പുതിയ അനുഭവങ്ങളെ നമ്മൾ കാണും. സഹോദരങ്ങളെ, വിശ്വസിച്ചുള്ള ഈ വിശ്വാസത്തിന് തുടങ്ങാതെ ദീനിൽ ആർക്കും ഒന്നും ചെയ്യാല്ല. ഖുർആൻ അങ്ങനെ തുടങ്ങണേ. പലപ്പോഴും ചില ആളുകളൊക്കെ വലിയ ബുദ്ധിമാന്മാരാന്ന് സ്വയം വിചാരിച്ച് ചിന്തിച്ചവർക്കൊക്കെ സഹോദരങ്ങളെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല, പരലോകം ബോധ്യപ്പെട്ടില്ല. ഞാനത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, ഖുർആനിൻ്റെ അക്ഷരങ്ങൾക്ക് ഇങ്ങനെ ജീവൻ പകർന്നിട്ട് ലേണിംഗ് ക്ലാസിൻ്റെ ബോർഡിൽ നിന്ന് അതിങ്ങനെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കിടക്കുമ്പോഴേ ഒരു കുലുക്കം കാണാം, ഒരു ഇളക്കം. എന്തിളക്കെന്നറിയോ? വിരുന്നിന് വീട്ടിൽ പോയി 10-15 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ മക്കളെ വിളിച്ച് പറഞ്ഞു, മക്കളെ ഉണങ്ങിയാലോ ചെടികളൊക്കെ ഒക്കെ ഉണങ്ങിപ്പോയി. ഇതണ്ടാ പിന്നെ 250 ഉറുപ്പ്യ കൊടുത്ത് വാങ്ങിക്കൊടുന്ന ആ ചെടിൻ്റെ ചോട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചു നോക്കി. ചിലപ്പോൾ അതിൻ്റെ വേരിൻ്റെ നല്ല പച്ചപ്പുണ്ടെങ്കിലോ അതിങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചപ്പോഴേ വേരുമെന്ന് ഇങ്ങനെ ഒരു തളിര് വരുന്നു. ഇതുപോലെ വരും തളിർ. ഖുർആനിൻ്റെ തെളിനീര് ഹൃദയത്തിക്കാണ് ഇറങ്ങിയത്. ആരെ ഹൃദയത്തിക്ക് ഇറങ്ങിയത്? ഇവിടെ തെറ്റെത്തിയുള്ളൂ സഹോദരങ്ങളെ. അതറിഞ്ഞാൽ വരും, അവിടുന്നേ വരുള്ളൂ. അതാണ് ശരിക്കുള്ള വിശ്വാസം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്, അതാണ് ഗ്രന്ഥം. അംഗീകരിച്ചോ ശ്രോതാക്കളെ നിങ്ങൾ, അതാണ് ഗ്രന്ഥം. യുഗങ്ങളെ അതിജീവിച്ച ഗ്രന്ഥം. പ്രപഞ്ചനാഥന്റെ സൂര്യനെ പണിത കൈകളിൽ നിന്ന്, സൂര്യനെ പണിത രക്ഷിതാവിൽ നിന്ന് വന്ന വാചകം. വാക്കുകൾ അവൻ്റേതാണ്, ആശയം അവൻ്റേതാണ്. ഈണമുള്ളത് കൊണ്ട് കവിതയല്ലത്. ഭാവി പറഞ്ഞതുകൊണ്ട് ജോത്സ്യന്റെ വചനങ്ങൾ അത് അല്ലത്. റബ്ബിന്റെ അടുക്കെന്ന് വന്നതാ ഖുർആൻ. അതങ്ങനെ വിശ്വസിക്കാം. ലാ റൈബ ഫീഹി, അതിൽ സന്ദേഹമില്ല. ഹുദൽ ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് മാർഗദർശനമാണ്. എന്താണ് അവരുടെ ഗുണം? ഒന്നാമത്തെ ഗുണം കേട്ടോളൂ, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, മറഞ്ഞ കാര്യങ്ങളിൽ അവർ വിശ്വസിക്കും. ഒന്നാമത്തെ അതന്നെ. സഹോദരങ്ങൾ, നിങ്ങൾക്ക് അറിയോ അമാനി മൗലവി പരിഭാഷ എവിടുന്നാ തുടങ്ങിയത്? മുഹമ്മദ് അമാനി മൗലവി പരിഭാഷ എഴുതാൻ തുടങ്ങിയത് എവിടുന്നാന്നറിയോ? സൂറത്തുൽ ഇഖ്ലാസിൻ്റെ അവിടുന്ന് മേലക്കല്ല, സൂറത്തുൽ ഫാത്തിഹൻ്റെ അവിടുന്ന് താഴക്കുമല്ല, അൽ കഹ്ഫിൻ്റെ അവിടുന്ന് തുടങ്ങിയത്. എന്താണ് അതിൻ്റെ കാരണം? അമാനി മൗലിൻ്റെ പരിഭാഷയുടെ ചരിത്രവും പരിഭാഷ വായിച്ചു കൊടുക്കുക. എന്താ കാരണം എന്നറിയുന്ന കാരണം? അതായത് അന്നത്തെ വളരെ പ്രഗത്ഭനായിരുന്ന, ഇസ്ലാമിനെ അങ്ങേയറ്റം സ്നേഹിച്ചൊരു പണ്ഡിതനായിരുന്നു CN അഹമ്മദ് മൗലവി. ഞാനിത് വളരെ കരുതിക്കൂട്ടിയാണ് ഈ ക്യാമ്പിൻ്റെ സമാപനത്തിൽ പിരിഞ്ഞു പോകുന്ന നിങ്ങളുടെ മനസ്സിൽ ഈ യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തുന്നത്. അദ്ദേഹം ഇസ്ലാമിനെ പൊളിക്കാൻ വന്ന ആളല്ല, ഇസ്ലാമിനെ നശിപ്പിക്കാൻ വന്ന ആളല്ല. അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളും ലേഖനങ്ങളുടെയും ലക്ഷ്യം നമ്മൾ കാണുമ്പോൾ ഇസ്ലാമിനെ ലോകത്തിന് എത്തിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹം ഉണ്ടായ ആളാണ് അദ്ദേഹം. അദ്ദേഹം എന്താ ചെയ്തത്? നിങ്ങൾ ഖുർആൻ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ ഇങ്ങനെ തോന്നിച്ചാൽ ആയത്തൊക്കെ അതൊക്കെ അമുസ്ലിങ്ങൾ വായിച്ചാൽ ഖുർആനെ പറ്റി അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. കാരണം മൂസാ നബി അലൈഹി സ്വലാം കടലിലണ്ട് അടിച്ചപ്പോൾ ഫംഫലക്കൽ ബഹറു ഫക്കാന കുല്ലു ഫിറക്കിൻ കത്തൗദിൽ അദീം, കടൽ പിളന്നു, എന്നിട്ട് മണലും മണ്ണും നിൽക്കുന്ന പോലെ വെള്ളം നിന്നു എന്നിപ്പോൾ ഒരു അമുസ്ലിം വായിച്ചാൽ ഖുർആനെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാവില്ല അദ്ദേഹത്തിന്, അല്ലേ? അത് തീർക്കണമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. ഖബറിൽ ശിക്ഷ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? മനുഷ്യൻ ദ്രവിച്ച് അടങ്ങിപ്പോകുന്ന ഖബറിൽ ശിക്ഷ ഉണ്ടെന്ന് വ്യാഖ്യാനിക്കേണ്ടത്, വിശദീകരിക്കേണ്ടത്. സഹോദരങ്ങളെ, സുലൈമാൻ നബി എന്ന മഹാനായ ഒരു പ്രവാചകൻ
ഉറുമ്പുകളോട് വർത്താനം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതൊരു അന്ധവിശ്വാസത്തിൻ്റെ ഗ്രന്ഥമെന്ന് ആൾക്കാർ വിചാരിക്കൂല. അദ്ദേഹം അതിനൊക്കെ സുന്ദരമായി വ്യാഖ്യാനിച്ചു. വേലിയിറക്കുണ്ടായപ്പോൾ മൂസാ നബി പരിചയസമ്പന്നനായ ആട്ടിടയൻ വടിയും കുത്തി അങ്ങനെ ഉണ്ട് കടന്നുപോയി. അല്ലേ? കേൾക്കുമ്പോൾ എന്ത് മനോഹരമാണ്. ഏത് ബുദ്ധിക്ക് ഉൾക്കൊള്ള. നംലത്ത് എന്ന് പറഞ്ഞാൽ ഉറുമ്പല്ല, അതൊരു ഗോത്രവർഗക്കാരിയാണ്. അല്ല ഉറുമ്പിനോട് വർത്താനം പറഞ്ഞ ഒരു ഗോത്രവർഗക്കാരിയോട് വർത്താനം പറഞ്ഞു. മനസ്സിലാണല്ലേ? എന്തൊരു സുന്ദര വ്യാഖ്യാനാണ്, എന്തൊരു വ്യാഖ്യാനമാണ് സഹോദരങ്ങളെ. എന്താ പ്രശ്നം നിങ്ങൾ? എന്താ പ്രശ്നം അറിയോ? വിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞാലും അത് ഇന്റെ ബുദ്ധിക്ക് യോജിച്ചാലും ഇല്ലെങ്കിലും അത് സത്യം. സാക്ഷാൽ അഗ്നിയിൽ ഒന്നും പറ്റാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പുറത്തേക്ക് വന്നു. വിശ്വാസമുണ്ടോ? മനസ്സിലായി? വിശ്വാസമുണ്ടോ സഹോദരങ്ങളെ? അവർക്കേ ഇതൊക്കെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ആ ഖുർആൻ സംശയരഹിതമായി സ്വീകരിച്ചാൽ സ്വർഗവും നരകത്തെയും കുറിച്ച് എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ അങ്ങനെ തന്നെ ഇങ്ങനെ മനസ്സിലാവും. സറാബീലുഹും മിൻ ഖത്റാൻ, ടാറിൻ്റെ വസ്ത്രങ്ങളാണ് നരകത്തിൽ അണിയപ്പെടുന്നത്. കേൾക്കുമ്പോഴൊക്കെ മനസ്സിക്ക് ബേജാർ. ഖുർആനാ പറയണത്, ഖുർആനാ പറയണത്. നരകത്തിന്റെ ചീഞ്ഞ ജലം കുടിച്ചാൽ ആമാശയങ്ങൾ പൊട്ടിപ്പിളർന്നു പോകും. നരകത്തിലെ ചെരുപ്പ് കാലിൽ ധരിച്ചാൽ തലയോട്ടികൾ ഇതാ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും. സഹോദരങ്ങളെ, അങ്ങനെ വിശ്വസിച്ചാൽ ആളുകൾക്ക് എങ്ങനെ മാറാതിരിക്കാൻ പറ്റുക? ഞാൻ കുറ്റപ്പെടുത്താനാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. എന്നോട് സമദക്ക പറഞ്ഞ ഈ സദസ്സിൽ ഞാൻ കാണുന്ന പുരുഷന്മാരെക്കാളും അധികം സ്ത്രീകൾ അപ്പുറത്തുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ മുൻനിർത്തി പറയാം സഹോദരങ്ങൾ, നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളെ ഭാര്യമാരും കുട്ടികളും വീട്ടിൽ കയറുമ്പോൾ ഇങ്ങനെ നിർത്തിയിട്ട് അവരോട് ചോദിക്കുക, അതാ നാളെ പരലോകത്തൊരു സത്യസന്ധമായ വിചാരണക്ക് മുമ്പിൽ ഈ വസ്ത്രം അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെട്ട വസ്ത്രമാണെന്ന് പറയാൻ നിനക്ക് പറ്റുമോ എന്ന് ഭാര്യയോട് ചോദിച്ചു നോക്കുങ്ങൾ. ആ എന്നവൾ പറയുമെങ്കിൽ സഹോദരങ്ങളെ, ആ വസ്ത്രത്തിനു പിന്നിൽ ആരും സഹായിക്കാത്ത ഒരു ലോകത്തെക്കുറിച്ചുള്ള അചഞ്ചലമായ വിശ്വാസമുണ്ട്, ഒരു വിശ്വാസമുണ്ട് സഹോദരങ്ങളെ. അങ്ങനെ കൊടുക്കുന്നവർക്കും അങ്ങനെ ചെയ്യുന്നവർക്കും മാത്രമേ ദീനിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ദീനിനെ പറ്റി അഭിപ്രായം പറയുന്നവരും ദീനിന്റെ സീഡി കൊണ്ടെടുക്കുന്ന ആൾക്കാരും ദീനിന് സംഭാവന തരുന്നവരുമെല്ലാം ഇത് ഉൾക്കൊണ്ടവരാണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല സഹോദര. വിശ്വാസം, എൻ്റെ വിശ്വാസം ഞാനും എൻ്റെ റബ്ബും മാത്രം അറിയുന്ന വിശ്വാസമാണ്. വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ തമാനിയ യൗമഇദിൻ തുറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ. ശ്രദ്ധിച്ചു കേട്ടോ സഹോദരങ്ങളെ, കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ, ആകാശം പൊട്ടിപ്പിളരുമ്പോൾ 8 കൂട്ടം മലക്കുകൾ അള്ളാഹുവിൻ്റെ സിംഹാസനവുമായി എത്തുമ്പോൾ, ഇനിയുള്ള ആയത്താണ് ശ്രദ്ധിക്കേണ്ടത്. ഫയൗമഇദിൻ തുറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ. ഒരു രഹസ്യവും രഹസ്യമായി നിൽക്കാത്ത ദിവസം. മനുഷ്യന്റെ മുഴുവൻ രഹസ്യവും പുറത്തേക്ക് കൊടുന്നിട്ട് പടച്ചോന്റെ മുമ്പിലാണ് നിൽക്കുമെന്ന് സഹോദരങ്ങളെ ആരുൾക്കൊണ്ടു? ഇവിടെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നെരിയാണിക്ക് മേലെ വസ്ത്രം ധരിക്കാനുള്ള ആത്മധൈര്യം പോലും വിശ്വാസം കൊണ്ട് കൈവിടാത്തവനോ, ഒരു ബീഡിക്കുറ്റി ചുണ്ടിൽ നിന്ന് വലിച്ചെറിഞ്ഞിട്ട് അതിനോട് പോലും സമരം ചെയ്യാൻ പറ്റാത്തവൻ സഹോദരങ്ങളെ, എന്ത് വിശ്വാസമാണ് ഹൃദയത്തിൽ കിടന്നു എന്ന് പറഞ്ഞത്? രക്തം പുഴ പോലെ ഒഴുകുന്ന സ്ഥലത്ത് ശത്രുവിൽ നെഞ്ചൂക്കോടുകൂടെ നിന്ന അതേ ഖുർആൻ നമ്മളെ ഉള്ളിലുണ്ട് എന്ന് പറയാൻ സഹോദരങ്ങളെ എന്തു തെളിവാണ് ജീവിതത്തിൽ കാണിച്ചു കൊടുക്കാനുള്ളത്? നാം ഓരോ രംഗങ്ങളെയും ഓരോ കാര്യങ്ങളെയും ശരിക്കു ചിന്തിച്ച് ഉൾക്കൊണ്ട് ഒരു അവലോകനം നടത്തുന്നത് നല്ലതാണ് സഹോദരങ്ങൾ. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ എന്തരും ഒരു വലിയ മാറ്റം പുതിയ ജീവിതത്തിൽ വരും.